എന്തു പറ്റി? ഇവളുടെ മുറിയാ. നിനക്ക് ഇതിനെ കുറിച്ച് അറിയായിരുന്നു? ആദ്യമായിട്ട് കണ്ടപ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട്? പക്ഷെ എല്ലാം കഴിഞ്ഞ മാതിരി സംസാരിച്ചുള്ളൂ. ഇങ്ങനെയാണ് ഞാനിപ്പോ കല്യാണം കഴിച്ചേ. എവിടെ ഉണ്ട് അയാള്? ഓഫീസിലുണ്ടോ? എന്ത് പറയാൻ അഞ്ജു, ഇവിടെയുള്ള ഒന്നും ആരും എന്റെ അല്ല. അപ്പൊ എന്നാ ഡോക്ടറുടെ പരിപാടി? പോണോന്ന് തോന്നിയ വണ്ടി ന്യൂട്രലിട്ട് ചുമ്മാ കുന്നറി. അയ്യോ പോവുകയാണോ? 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പിന്നെ കണ്ട കളവന്മാരോട് മലമുട്ടി കിടന്ന് കപ്പ തിന്നാനേ വേറെ ആളെ നോക്കണം. ഉമ്മവരം മച്ചാനാണ് മച്ചാനെ. കപ്പ തിന്നാന്ന് പറഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും കെട്ടിയെടുത്തോണ്ടല്ലോ. കുഞ്ഞപ്പം വെറുതെ മൂപ്പിക്കല്ലേ. ആ ത്രേസ്യെ തപ്പി പിടിച്ചോണ്ട് ഒറ്റ കെട്ടം കടിച്ചാണല്ലോ. പുറകെ അവരെ കെട്ടിയവനും മക്കളും കൊച്ചുമക്കളും എല്ലാം മല കയറി വരും. പിന്നെ റീത്തൊക്കെ മുൻ കുഞ്ഞപ്പനെ കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സിനിമ നമ്മളോട് പറഞ്ഞ പ്രണയകഥകളുടെ ഹാപ്പി എൻഡിങ്സ് ഒക്കെ നുണകളാണ്. ജീവിതത്തിൽ ഹാപ്പി എൻഡിങ്സ് ഇല്ല. ദർ ഇസ് നോ ഫെയറി ടെയിൽ. നായികയുടെ കൈയും പിടിച്ച് സൺസെറ്റിലേക്ക് സ്ലോ മോഷൻ നടന്നു പോകുന്ന ഹീറോയെ സിനിമയിൽ മാത്രമേ കാണാൻ പറ്റൂ. ഇൻ റിയൽ ലൈഫ് നിങ്ങൾ കാണുന്ന എന്നെ പോലുള്ളവരായിരിക്കും. ഇൻ റിയൽ ലൈഫ് ലവ് ഹേർട്സ്. ഇതാണ് കഥയിലെ ടേണിംഗ് പോയിന്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഈ സിറ്റി ലൈറ്റ്സിനിടയിൽ ഈ മഴയിൽ എന്റെ ലൈഫ് എന്നേക്കുമായി മാറി മറയാൻ പോവുകയാണ്. There was something about her. അവളുടെ ആ ചിരി, that smile was magic. ആ ദിവസത്തെ എല്ലാ സങ്കടങ്ങളും ആ സ്മൈലിൽ ഇല്ലാതായി. എന്താടാ നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ? നീ കുഴപ്പമുണ്ടാക്കോടാ? പറയടാ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ, ഒന്ന് തല്ലി നോക്കടാ. എന്തേ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. സന്തോഷ് ചോദിച്ച ചെലവുണ്ട് കേട്ടാ. ഞങ്ങള് പറശ്ശിനിക്കടവിൽ പോവാനിരിക്കായിരുന്നു. അപ്പൊ പോണോയ്ക്ക് നമുക്ക് മാഹിന്നടിക്കാം. വേറെ ഒരു വിചാരവും അല്ലേ? ഇതങ്ങനെ വിട്ടാ പറ്റൂല. ആ SI ദിവാരനല്ലേ, അവൻ ഇത്ര ഇളക്കം കൂടുതല. ഞാൻ പാർട്ടി ഓഫീസിൽ നിന്നിട്ട് വരാം. പ്രശ്നത്തിനൊന്നും പോണ്ട എന്ന് വെച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കണം എന്നല്ലേ? പൈസ എടുക്കാൻ ബെറ്റ് വെച്ചാ മറന്നു നോക്കുന്ന പറഞ്ഞിട്ട് ബെറ്റ് വെച്ചല്ലേ? എന്ത് പറഞ്ഞു? 500 രൂപ. 300 രൂപ ബാക്കി 100 രൂപ എടുത്ത് 200 രൂപ വന്നു. കാശില്ലാതെ പറ്റിയിട്ടില്ല. പിന്നെ അടുത്ത ഒരു കളി കൂടിയുണ്ട്. പറ്റുമോ? എന്തിനാണ് കാശില്ലെങ്കിൽ പിന്നെ പറ്റുമോ? കാരണം എല്ലാവർക്കും പൊറോട്ടയും ബീഫും. എന്താടാ ഇക്ക പോയി? ഞാൻ സുബൈക്ക് ഇറങ്ങി. പറഞ്ഞല്ലോ ഒന്ന് സഹായിക്കാൻ. അപ്പൊ എല്ലാം കൂടി ഒറ്റ നല്ലൊരു മൂമെന്റ് സംഭവിക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷം അത് നമ്മൾ തിരിച്ചറിയണം. ക്ലിക്ക് ചെയ്യാൻ റെഡിയായിരിക്കണം. അത്രേ ഉള്ള കാര്യം.